ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അധ്യക്ഷതയിലുള്ള പാർട്ടി എംഎൽഎമാരുടെ യോഗം ഇന്ന് നടക്കും. കെജ്രിവാളിന്റെ വസതിയിലാണ് മീറ്റിംഗ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് അറിയുന്നത്. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും പറയുന്ന വർദ്ധിത വീര്യം ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിക്കാർക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഇവരെ ശക്തമാക്കിയതുപോലെയാണ്. മാത്രമല്ല, അദ്ദേഹം കുറച്ച് ദിവസം ജയിലിൽ കിടന്നപ്പോൾ എനിക്കൊന്ന് ഒരുപാട് സമയം കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, പറയുന്ന ഓരോ വാക്കും എതിരാളിയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് അമിത്ഷാ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിപൂർവമായ ചില പ്രകടനങ്ങൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു. വിവരങ്ങൾ എസ് കെ എൻ, തീർച്ചയായും ഈ അരവിന്ദ് കെജ്രിവാൾ ജയിൽവാസത്തിലൂടെ കൂടുതൽ ശക്തനായിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ചുരുങ്ങിയതാണെങ്കിൽ പോലും കുറിക്കുകൊള്ളുന്ന വാക്കുകളാണ് ഇന്നലെ അദ്ദേഹം പ്രയോഗിച്ചത്. ഇന്നലെ അദ്ദേഹം തൊടുത്തുവിട്ട പുതിയ ഒരു ആയുധം അത് BJPയുടെ NDAയുടെ നിരയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നും വോട്ട് ചെയ്യുന്നത് അമിത്ഷയ്ക്കാണെന്ന് ഓർത്ത് വോട്ട് ചെയ്യണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതിന് എല്ലാ പ്രധാന നേതാക്കളും BJPയുടെ പ്രധാന നേതാക്കളെല്ലാം തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ ഒപ്പം തന്നെ 50 ദിവസം ജയിലിൽ കിടന്ന് പുറത്ത് ഇറങ്ങുന്ന കെജ്രിവാളിന്റെ വാക്കുകൾ രാജ്യം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ആ വാക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചത് എന്നുള്ളതും അതിന് കൂടുതൽ ശക്തി പകരുന്നുണ്ട്. എന്തായാലും കെജ്രിവാളിന്റെ തുടർ പ്രചാരണ തന്ത്രങ്ങൾ അത് ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. പാർട്ടി MLA-മാരുടെ യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിലാണ് ചേരുന്നത്. പ്രചാരണം കൂടുതൽ കടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. അത് വീടുകൾ തോറും കയറി ഇറങ്ങി MLA-മാരുടെ നേതൃത്വത്തിൽ പ്രചരണം നടത്തി പാർട്ടിയുടെ ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ആസൂത്രണം ചെയ്യുക. കൂടാതെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. കെജ്രിവാൾ ജയിലിലായതോടുകൂടി വലിയ ഭരണ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾ, കാരണം കെജ്രിവാളിന് നിലവിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയില്ല. അത് ജാമ്യത്തിനുള്ള ഉപാധികളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ആസൂത്രണം ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും അദ്ദേഹം റാലികൾ നടത്തും. ചൊവ്വാഴ്ച അദ്ദേഹം ഹരിയാനയിൽ കുരുക്ഷേത്രയിൽ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലത്തിൽ റാലി നടത്തുന്നുണ്ട്. പഞ്ചാബിലെ പ്രചരണം എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ തീരുമാനിക്കും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.